അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫ്രം ദ ചാപ്റ്റർ ആറ്റം ആണ്. ഓക്കെ, ആൻഡ് അതിൻ്റെ സബ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ റുദർഫോർഡ് എക്സ്പെരിമെൻറ്റ്, ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ആണ്. റുദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം റുദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് തന്നെയാണ്. അതിനകത്തു നിന്ന് വരുന്ന കൺക്ലൂഷനെ ബേസ് ചെയ്തിട്ട് റുദർഫോർഡ് ആറ്റം മോഡൽ ഉണ്ടല്ലോ, സോ അങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഫൈൻ. സോ ഈ ഒരു ചോദ്യം പറയുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് ഇങ്ങനെയാണ്: മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ആറ്റം ആൻഡ് ഓൾ ഇറ്റ്സ് പോസിറ്റീവ് ചാർജസ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ a tiny nucleus and the electrons revolve around it is Rutherford model of atom. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 2 പറയുന്നത് ഇങ്ങനെയാണ്: an atom is a spherical cloud of positive charge with electrons embedded in it is a special case of Rutherford's model. ഓക്കെ, സോ റുദർഫോർഡ് മോഡൽ നമ്മൾക്കറിയാം. അതായത് റുദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിന് ശേഷമാണ് റുദർഫോർഡ് ഈ പറയുന്ന ആറ്റം മോഡൽ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. സോ അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഈ പറയുന്ന ആറ്റത്തിൻ്റെ ഓൾമോസ്റ്റ് എൻറ്റയർ മാസ്, അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജസ് എന്ന് പറയുന്നത് ആ ആറ്റത്തിൻ്റെ തന്നെ സെൻട്രൽ ഒരു ചെറിയ സ്പേസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നും, അതുപോലെ തന്നെ ഈ ഇലക്ട്രോൺസ് അതിൻ്റെ വെളിയിൽ എങ്ങനെയാണ് ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നു എന്നുമാണ് റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ പറഞ്ഞു വെച്ചത്. ശരിയാണല്ലോ. സോ ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 അതിനെ കൗണ്ടർ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ട്? അവർ പറഞ്ഞതാണ് ആറ്റം ഈസ് എ സ്പെരിക്കൽ ക്ലൗഡ് ഓഫ് പോസിറ്റീവ് ചാർജസ്. അതായത് സ്പെരിക്കൽ ക്ലൗഡ് ഓഫ് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ പോസിറ്റീവ് ചാർജസിൻ്റെ ഇത്രയും ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സ്പെരിക്കൽ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നും, അതുപോലെ തന്നെ ഇലക്ട്രോൺ ആർ എംബഡഡ് ഇൻ ഇറ്റ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ആണല്ലോ, ഇത് റുദർഫോർഡ് മോഡൽ അല്ല അല്ലേ, ഇത് റുദർഫോർഡ് മോഡൽ അല്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റായിട്ട് വരും. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫാൾസ് എന്ന ഓപ്ഷനിലോട്ട് നമുക്ക് ഡയറക്റ്റ്ലി എത്താനായിട്ട് പറ്റും.